ഹലോ ഗൈസ്, കമോൺ ലെറ്റ്സ് ഗോ. നമ്മളുടെ ഇടുക്കിയിലെ സർപ്രൈസ് ആണ്. സംഭവം ആരാണെന്ന് നോക്കാം. ഇടുക്കിയിലെ സർപ്രൈസ്. ഹലോ ഹലോ മാഷേ, ഒരു ഹായ് പറയൂ. മാഷ് ഒന്നിന് മൂന്ന് ഹൈ പറയും. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മാഷ്, ഇടുക്കിക്കാരനാണ് മാഷ്. മാഷ് ഒന്ന് പറയൂ. മാഷ് ഫോട്ടോഗ്രാഫിയിൽ മാഷ് നല്ല ചെറുപ്പത്തിൽ തന്നെ മാഷ് അത്രയും എന്താ പറയാ ചെറുപ്പത്തിലേ തുടങ്ങി. അതെ, എന്റെ 17ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്ന് പറയാം. മാഷിന്റെ നല്ല 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 ഗവൺമെന്റ് ജോബ് വരെ ഇട്ട് എറിഞ്ഞ് മാഷ് ഈ ഫോട്ടോഗ്രാഫിക്കായിട്ട് ഇറങ്ങി തിരിച്ച മാഷാണ് കേട്ടോ. അതും പറയണം. ഇപ്പൊ എന്താണ് മാഷിന് പറയാനുള്ളത്? ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് പഴയ അല്ല, മാഷിന്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ഇടുക്കിയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? വ്യത്യാസം വന്നു. മാഷ് നമ്മളിപ്പോ എവിടെയാണെന്ന് പറയൂ. ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് തൂക്കുപാലം. ഈ അപ്പുറത്തെ ഒരു പുഴ പോലെ ഒരു സംഭവം കണ്ട്, അതെന്താ മാഷ്? ഇടുക്കി ഡാമിന്റെ ഭാഗമാണ്. ആണല്ലേ? ഇടുക്കി ഡാം ഒന്ന് ചേരുന്ന ഭാഗമാണ്. അതായത് അയ്യപ്പൻ കോവിലാണ്. അയ്യപ്പൻ കോവിൽ ചപ്പാത്തം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മറ്റേ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വന്ന് ചേരുന്നത്. ആ വെള്ളമാണിത്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അത് കാണുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം, അത് വണ്ടിപ്പെരിയാർ ഓടിയിട്ട് ഇങ്ങോട്ട് വരുന്ന വെള്ളം. അതിനായിട്ട് ഇവിടെ വന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഇതിന് ഈ ലെവലിൽ അങ്ങ് വെള്ളം പോകും. ലെവലിൽ ആ മരം വെട്ടിയേക്കുന്ന ലെവലിൽ വരെ വെള്ളം പോകും. തൂക്കുപാലത്തിൽ ഇവിടെ വെള്ളം കയറാറുണ്ടോ? ഇതേലും മുട്ടത്തില്ല. അപ്പൊ വെള്ളം നിറയുമ്പോൾ ആൾക്കാർ കടക്കാൻ വേണ്ടി പണിത പാലമായത്. ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും? ഒത്തിരി വർഷമായിട്ടുണ്ടോ? വർഷം കൃത്യമായിട്ട് എനിക്കറിയില്ല. റിന്യൂ ചെയ്തിട്ടുണ്ടോ? ഇത് റിന്യൂ ചെയ്തിട്ടുണ്ടോ? അതിനെ കുറിച്ചോട്ടൊന്നും എനിക്കറിയില്ല. പണ്ടത്തെ കാലത്ത് പണിതാണ്. KCB പണിത പാലമാണെന്നറിയാം. KCBന്റെ പാലമാണല്ലേ ഇത്? ഓക്കെ ഗൈസ്, ഞങ്ങൾ വെള്ളം ഇത് അവിടെ മീൻപിടുത്തക്കാരാണ്. ആ വെള്ളത്തിൽ ചങ്ങാടമാണത്. മുളക് കൊണ്ടുണ്ടാക്കിയ ചങ്ങാടമല്ലേ, അതാണ് വരുന്നത്. ആദിവാസികളായിരിക്കും. ആദിവാസികൾക്കാണ് ആ ചങ്ങാടം ഉള്ളത്. ഇവിടെ കുറെ ആദിവാസികളുണ്ട് അല്ലേ? അവരൊക്കെ ഇവിടെ കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഈ മലയുടെ അപ്പുറത്ത് കോഴിമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോഴിമലയില് നമ്മുടെ ആദിവാസി മൂപ്പൻ, അതായത് കോഴിമല രാജാവ് എന്ന് പറയുന്ന ഇവരുടെ രാജാവ്, ആദിവാസികളുടെ എല്ലാം രാജാവ് ഒരാളുണ്ട്. നമുക്ക് ഇനി ഒരു അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ ഒന്ന് പോകണം. ഓക്കെ, ഇപ്പം ഞങ്ങൾ റിട്ടേൺ പോവാണ്. മാഷേ, ഒരു ബൈ പറയൂ. ഹായ്.